നമുക്ക് കൊടുക്കാം അല്ലേ? ആ, അപ്പൊ ഇങ്ങനെ പാട്ട് പാടുക എന്ന് പറയുന്നത്, ഞാൻ എന്റെ ഗുരുനാഥൻ ദേവരായ മാസ്റ്ററോട് ചോദിക്കും, ഈ പാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് മാസ്റ്റർ എന്ന്. അപ്പൊ മാസ്റ്റർ പറയും, നിന്നെ പാട്ടിലാക്കുന്നത് എന്തോ അതാണ് പാട്ട് എന്ന്. അപ്പോ ഇപ്പൊ നമ്മുടെ കുഞ്ഞുമകൾ ഇവിടെ വന്ന് പാടി നമ്മളെ പാട്ടിലാക്കി എന്നുള്ളതാണ് അല്ലേ? അപ്പൊ പാട്ടിന് അത് സാധിക്കുകയാണെങ്കിൽ, ഏതൊക്കെയോ സമയം ഞാൻ എവിടെയോ ഇരുന്ന് കമ്പോസ് ചെയ്തിരുന്ന ഒരു പാട്ട് അത് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് തിരിച്ചു പാടാൻ സാധിക്കുന്നത് അല്ലേ? വേറെ പാട്ട് പാടിക്കാം, അപ്പൊ തിരിച്ചു പാടണം. ഇനിയും പാട്ടുകാരുണ്ട്, എല്ലാവരെയും സ്റ്റേജിൽ വിളിക്കാനുള്ള സമയമില്ല, പക്ഷെ അവിടെ നിന്ന് പാടാമല്ലോ. പാടിക്കോളൂ. കല്ലായി കടവത്തെ കാറ്റൊന്നും മിണ്ടിയില്ലേ, മണിമാരൻ വരുമെന്ന് വരുമെന്ന് പറഞ്ഞിട്ടും വരവൊന്നും കണ്ടില്ല, കൽവിലെ മൈനയെന്നും മധുമാസരാവിൻ വെൺചന്ദ്രനായി ഞാൻ അരികത്തു നിന്നിട്ടും കണ്ടില്ലേ. അവിടെ സ്റ്റോപ്പ് ചെയ്യണം, എന്നാലേ രസമുള്ളൂ. നീ കണ്ടില്ലേ, അത് രഹസ്യമായിട്ട് പറയണം. അപ്പൊ ഞാൻ ജേട്ടനോട്, ശ്രീ പി ജയചന്ദ്രനോട്, ഇന്ന് അദ്ദേഹം നമ്മുടെ കൂടെ ഇല്ല, അദ്ദേഹത്തിനോട് പറഞ്ഞു, ജേട്ടാ നീ കണ്ടില്ലേ എന്നുള്ളതൊന്ന് സോഫ്റ്റ് ആയിട്ട് പാടണം. ശരി, എന്നെ കുട്ടാന്ന് വിളിക്കുന്നത്. ശരി കുട്ടാ, നീ കണ്ടില്ലേ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല ചേട്ടാ, പതുക്കെ. അപ്പൊ ഉടനെ ചേട്ടൻ പറയും, അങ്ങനെയാണെങ്കിൽ നീ പാടിയ പോലെ എന്തിനാ ഞാൻ പാടണേ? പാട്ടുകാരൻ എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞതൊക്കെ ഞാൻ ഓർക്കുകയാണ്. അപ്പൊ നീ കണ്ടില്ലേ എങ്ങനെ പാടുക? നീ കണ്ടില്ലേ, അതാണ് നമ്മൾ ശബ്ദം ഉണ്ടാക്കേണ്ട സ്ഥലത്ത് മാത്രം ശബ്ദം ഉണ്ടാക്കുക. മിണ്ടാണ്ടിരിക്കുന്ന ഇടത്ത് മിണ്ടാണ്ടിരിക്കുക, അർത്ഥവിരാമമായി ഇരിക്കേണ്ടടുത്ത് അവിടെ അങ്ങനെ ഇരിക്കുക, വിരാമം ഇടേണ്ടടുത്ത് വിരാമം ഇടുക. അതാണ് നമ്മുടെ ശബ്ദം. ആ ശബ്ദം അത് നാളെയുടെ ശബ്ദമാണ്. ആ ശബ്ദം ഉണ്ടാവട്ടെ നിങ്ങൾക്ക് എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഈ സമയത്ത് ഒരു പാട്ടും കൂടെ നമുക്ക് പാടി അവസാനിപ്പിക്കാം. നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. വയനാട് ടൗൺഷിപ്പ് 7 സെന്റ് പ്ലോട്ടിൽ 20 ലക്ഷത്തിന് വീട്. വർദ്ധിക്കുന്ന ജോലി സമ്മർദ്ദം. പഠന റിപ്പോർട്ട് യുവജന കമ്മീഷൻ മുഖ്യമന്ത്രി കൈമാറി. കണ്ണൂർ സർവകലാശാല കലോത്സവം നാളെ സമാപിക്കും. ആഗോള കപ്പൽ നിർമ്മാണ ഭീമൻ ഇന്ത്യയിലേക്ക് നിക്ഷേപത്തിനായി മത്സരിച്ച സംസ്ഥാനങ്ങൾ. വിശദമായ വാർത്തകളിലേക്ക് പോകാം. പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി വയനാട്ടിലെ നിർദ്ദിഷ്ട ടൗൺഷിപ്പിൽ ഒരു വീട് നിർമ്മിക്കാനുള്ള സ്പോൺസർഷിപ്പ് തുക 20 ലക്ഷം രൂപയായി സർക്കാർ നിശ്ചയിച്ചു. നേരത്തെ ഒരു വീടിന് 25 ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ് കണക്കാക്കിയിരുന്നത്. ഇതിനാണ് ഇപ്പോൾ മാറ്റം. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. ടൗൺഷിപ്പിനായി എൽസ്റ്റൺ എസ്റ്റേറ്റ് മാത്രം ഏറ്റെടുക്കാനും ഒരു കുടുംബത്തിന് 7 സെൻറ്റ് ഭൂമിയിൽ വീട് നിർമ്മിക്കാനും തീരുമാനിച്ച സർക്കാർ റെസിഡൻഷ്യൽ യൂണിറ്റായി ലഭിച്ച ഭൂമിയും വീടും 12 വർഷത്തേക്ക് അധ്യയനപ്പെടുത്താൻ പാടില്ലെന്ന് നിബന്ധനയുണ്ടെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. നോനോ സോണിന് പുറത്തായി സ്ഥിതി ചെയ്യുന്ന ദുരന്തം കാരണം ഒറ്റപ്പെട്ടു പോകുന്ന വീടുകളെ ഉൾപ്പെടുത്തിയിട്ടുള്ള കരട് ഫേസ് 2 ലിസ്റ്റ് നോഗോ സോണിൻ്റെ പരിധിയിൽ നിന്ന് 50 മീറ്ററിനുള്ളിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിലുള്ള വീടുകൾ മാത്രം പരിഗണിച്ചുകൊണ്ട് തിട്ടപ്പെടുത്താൻ വയനാട് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. വയനാട് ജില്ലാ കളക്ടർ തയ്യാറാക്കിയ ദുരന്തബാധിത കുടുംബങ്ങളുടെ ലിസ്റ്റ് സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന് പുറത്ത് താമസിക്കുവാൻ ആഗ്രഹിക്കുന്ന ഉരുൾപൊട്ടൽ ബാധിത കുടുംബങ്ങൾക്ക് അനുവദിക്കുന്ന 15 ലക്ഷം രൂപയ്ക്ക് അർഹരായ ഗുണഭോക്താക്കളും ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെടും. ഈ സാഹചര്യത്തിൽ പുനരധിവാസത്തിനായി ആദ്യഘട്ടത്തിൽ എൻഷോൺ എസ്റ്റേറ്റ് മാത്രമേ ഏറ്റെടുക്കൂ. ഗുണഭോക്താക്കൾക്ക് വീട് നൽകുന്നതിനായി 7 സെൻറ്റ് ഭൂമി വീതമുള്ള പ്ലോട്ടായി പുനഃക്രമീകരിക്കാനും തീരുമാനിച്ചു. കണ്ണൂർ എസ് എൻ കോളേജിൽ നടക്കുന്ന കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവം നാളെ സമാപിക്കും. സ്റ്റേജ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമായി. സംഗീത സംവിധായകൻ എം ജയേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വി ശിവദാസൻ എം പി, കെ വി സുമേഷ് MLA, നിതിൻ രാജ് IPS, ഡോക്ടർ KT ചന്ദ്രമോഹൻ, ഡോക്ടർ പ്രമോദ് വെള്ളച്ചാൽ, വൈഷ്ണവ് മഹേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. യൂണിയൻ ചെയർപേഴ്സൺ K ആര്യ അധ്യക്ഷയായി.
TP അഖില സ്വാഗതവും PA പവിഷ നന്ദിയും പറഞ്ഞു. കലോത്സവം നാളെ സമാപിക്കും. വിവിധ കോളേജുകൾ തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് മത്സരം തുടരുകയാണ്. മാത്രം ശബ്ദമുണ്ടാക്കുക, മിണ്ടാണ്ടിരിക്കുന്ന ഇടത്ത് മിണ്ടാണ്ടിരിക്കുക, അർത്ഥവിരാമമായി ഇരിക്കേണ്ടടുത്ത് അവിടെ അങ്ങനെ ഇരിക്കുക, വിരാമം ഇടേണ്ടടുത്ത് വിരാമം ഇടുക. അതാണ് നമ്മുടെ ശബ്ദം. ആ ശബ്ദം അത് നാളെയുടെ ശബ്ദമാണ്. ആ ശബ്ദം ഉണ്ടാവട്ടെ നിങ്ങൾക്ക് എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഈ സമയത്ത് ഒരു പാട്ടും കൂടെ നമുക്ക് പാടി അവസാനിപ്പിക്കാം. തത്താ തത്തത്താ തത്തത്താ തത്താ. ശിവദാസൻ സാർ, ഇവിടെ ഒരുപാട് പാട്ടുകാരുണ്ട്. നമുക്ക് ഇവരെ എല്ലാ സിനിമയെ പഠിപ്പിക്കേണ്ടി വരുന്നു. അപ്പൊ അങ്ങനെയാണ്. വേറൊരു പാട്ട് നിയോജകമണ്ഡലത്തിലെ കിഫ്ബിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിക്കാനുള്ള വിവിധ പദ്ധതികൾ വേഗത്തിലാക്കാൻ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. 356.7 കോടി രൂപയുടെ പദ്ധതികളാണ് മണ്ഡലത്തിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂർ ജില്ലാ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി കെട്ടിടം, കോർപ്പറേഷൻ ഓഫീസ് കെട്ടിടം, ഊർപ്പശിക്കാവ് അമ്പലത്തിൽ നടക്കുന്ന പ്രവർത്തികൾ എന്നിവയും എത്രയും വേഗത്തിൽ പൂർത്തിയാക്കി ഉദ്ഘാടനം നിർവഹിക്കും. മൂടത്തറ UP സ്കൂൾ കെട്ടിടം, മേലച്ചുവ ഫ്ലൈ ഓവർ എന്നിവയുടെ പ്രവൃത്തി ഉടൻ ആരംഭിക്കുവാനും മന്ത്രിയുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. തെക്കി ബസാർ ഫ്ലൈ ഓവർ, തീരദേശ ഹൈവേ, താഴെച്ചുവ സ്പിന്നിംഗ് മിൽ റോഡ് തുടങ്ങിയവയ്ക്ക് സ്ഥലം ഏറ്റെടുക്കുന്നത് പൂർത്തിയാക്കി മറ്റു നടപടിക്രമങ്ങൾ വേഗത്തിലാക്കും. കിഫ്ബി അഡീഷണൽ CEO മിനി ആൻ്റണി, സീനിയർ ജനറൽ മാനേജർ PS ഷൈല, ജനറൽ മാനേജർ S മനോജ്, വിവിധ SPVകളായ ഇമ്പാക്റ്റ്, കിന, KMCL, കിസ്ക്, BSNL, സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ, RBDCK എന്നിവരുടെ പ്രതിനിധികളും പങ്കെടുത്തു. ടൂർ പാക്കേജുകൾ ഒരുക്കി KSRTC കണ്ണൂർ ഡിപ്പോ. വനിതാ ദിനത്തിൽ വനിതകൾക്ക് മാത്രമായി മലപ്പുറം പാക്കേജ്. മാർച്ച് മാസത്തിൽ വിവിധ ടൂർ പാക്കേജുകൾ ഒരുക്കി KSRTC കണ്ണൂർ ഡിപ്പോ. മാർച്ച് 8 വനിതാ ദിനത്തിൽ വനിതകൾക്ക് മാത്രമായി കണ്ണൂരിൽ നിന്നും നിലമ്പൂരിലെ തേക്ക് മ്യൂസിയം, കനോലി പ്ലോട്ട് ബംഗ്ലാവ് കുന്ന് സന്ദർശിച്ച് വൈകുന്നേരം മലപ്പുറത്ത് മിസ്റ്റി ലാൻഡ് പാർക്കിൽ എത്തും. ഭക്ഷണവും എൻട്രൻസ് ഫീയും ഗ്ലാസ് ബ്രിഡ്ജ് ചാർജും ഉൾപ്പെടെയുള്ളതാണ് പാക്കേജ്. മാർച്ച് 8 വയനാട് രാവിലെ 5:40 പുറപ്പെട്ട് പഴശ്ശി സ്മൃതി മണ്ഡപം, കുറുവദ്വീപ്, അമ്പലവയൽ, കാർഷിക ഗവേഷണ കേന്ദ്രം, കാരാപ്പുഴ ഡാം എന്നിവ സന്ദർശിച്ച് രാത്രി 10 മണിയോടെ കണ്ണൂരിൽ എത്തിച്ചേരുന്ന രീതിയിലാണ് മറ്റൊരു പാക്കേജ് തയ്യാറാക്കിയിട്ടുള്ളത്. മാർച്ച് 7, 21 തീയതികളിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര ദർശനം ഒരുക്കുന്ന പാക്കേജിൽ കുളജാദ്രി, ഉടുപ്പി, മധൂർ, അനന്തപുരം ക്ഷേത്ര ദർശനവും ബേക്കൽ കോട്ട സന്ദർശനവും ഒരുക്കിയിട്ടുണ്ട്. 21 പുറപ്പെടുന്ന പാക്കേജിൽ രഥോത്സവം കാണാനുള്ള അവസരം ലഭിക്കും. മാർച്ച് 7, 21 തീയതികളിൽ മുന്നാർ ട്രിപ്പും ഉണ്ടായിരിക്കും. മാർച്ച് 14, 29 തീയതികളിൽ പുറപ്പെടുന്ന ഗവി പാക്കേജിൽ കുമ്മളി, കമ്പം, രാമക്കൽ മേട്, തേക്കടി എന്നിവ സന്ദർശിക്കാൻ അവസരമുണ്ട്. തൊഴിലാളി ജില്ലാ ജാഥ സമാപിച്ചു. ഇന്ധന വില കുറയ്ക്കുക, ഡ്രൈവർമാരെ ജയിലടക്കുന്ന കേന്ദ്ര നിയമം റദ്ദ് ചെയ്യുക, രാജ്യത്തെ മോട്ടോർ തൊഴിലാളികൾക്കാകെ ബാധകമാകുന്ന ക്ഷേമ പദ്ധതി ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മാർച്ച് 24 നടക്കുന്ന പാർലമെൻറ്റ് മാർച്ചിൻ്റെ പ്രചരണാർത്ഥം ജില്ലയിൽ സംഘടിപ്പിച്ചിട്ടുള്ള പ്രചരണ ജാഥ തലശ്ശേരി സമാപിച്ചു. ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി VK ബാബുരാജ് ക്യാപ്റ്റനും UV രാമേന്ദ്രൻ വൈസ് ക്യാപ്റ്റനും K ജയരാജൻ മാനേജറുമായ ജാഥയ്ക്ക് താഴെചൊവ്വ, ചക്രക്കൽ, മട്ടന്നൂർ, ഇരട്ടി, പേരാവൂർ, കൂത്തുപറമ്പ്, പിണറായി, പാനൂർ എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി. തലശ്ശേരി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ സമാപിച്ച ജാഥയ്ക്ക് മോട്ടോർ തൊഴിലാളികൾ സ്നേഹോഷ്മളവ വരവേൽപ്പ് നൽകി. സമാപന പൊതുയോഗത്തിൽ രമേഷ് ബാബു അധ്യക്ഷനായി. ലീഡർ VK ബാബുരാജ്, CIT ജില്ലാ സെക്രട്ടറി S ജെയ്സൺ, TP ശ്രീധരൻ, UV രാമേന്ദ്രൻ, വാഴയിൽ വാസു തുടങ്ങിയവർ സംസാരിച്ചു. കളരിയുടെ വടക്കൻ വീരഗാഥ പൊന്നിത്തങ്കത്തിന് സമാപനം. അങ്കത്തട്ടൽ പൊടിപറത്തി വാൾത്തലപ്പുകളും പരിചയും വായുവിൽ തീപ്പൊരി പടർത്തി കളരിപ്പയറ്റ് കൊടുക്കുമ്പോൾ ആവേശത്തിൻ്റെ അലകളലക്കി ജനക്കൂട്ടം. പുണ്യം ഏഴക്കണ്ടത്തിൽ പൊന്നിത്തങ്കത്തിന് സമാപനം. അക്ഷരാർത്ഥത്തിൽ ആൾക്കടലായി മാറി മുൻ വർഷങ്ങളെ അപേക്ഷിച്ചു വൻ ജനാവലിയാണ് ഇവിടേക്ക് ഒഴുകിയെത്തിയത്. ഫോക്കുലർ അക്കാദമി, കതിരൂർ ഗ്രാമപഞ്ചായത്ത്, പാട്ടിയംഗോപാലൻ സ്മാരക വായനശാല എന്നിവയുടെ നേതൃത്വത്തിലാണ് പുണ്യം ഏഴരക്കണ്ടത്തിൽ 7 ദിവസങ്ങളായി നടന്നു വന്ന ആയോധന കലോത്സവം പൊന്നിത്തങ്കം നടന്നത്. സമാപന സമ്മേളനം ഡോക്ടർ V ശിവദാസൻ MP ഉദ്ഘാടനം ചെയ്തു. കതിരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP സനിൽ അധ്യക്ഷനായി. നിയമസഭാ സ്പീക്കർ AM ഷംഷീർ, ജില്ലാ സെഷൻസ് ജഡ്ജി KT നിസാർ അഹമ്മദ്, അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് C ഉബൈദുള്ള, BRDC മാനേജിംഗ് ഡയറക്ടർ P ഷിജിൻ, സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KK പവിത്രൻ എന്നിവർ മുഖ്യ അതിഥികളായി. മൊകേരി പഞ്ചായത്ത് പ്രസിഡന്റ് P വത്സൻ, പൊന്നം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PV സന്തോഷ്, CN ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഫോക്ലോർ അക്കാദമി സെക്രട്ടറി AV അജയ്കുമാർ സ്വാഗതവും ഫോക്ലോർ അക്കാദമി പ്രോഗ്രാം ഓഫീസർ PV ലവ്ലിൻ നന്ദിയും പറഞ്ഞു. ഭാർഗവ കളരി, അഗസ്ത്യ കളരി സംഘങ്ങളുടെ കളരിപ്പയറ്റ്,
പൂരക്കളി മത്സരം എന്നിവ അരങ്ങേറി. ചലച്ചിത്ര പിന്നണി ഗായിക റിമി ടോമിയുടെ സംഗീത പരിപാടിയും നടന്നു. വിശാലമായ പൊന്നം ഏഴരക്കണ്ടം വയലും സമീപ റോഡുകളുമെല്ലാം വൈകിട്ടോടെ ജനനിബിഡമാകുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ 7 ദിവസമായി കണ്ടത്. വടക്കൻ പാട്ടിലെ വീരയോദ്ധാക്കളായ കതിരൂർ ഗുരുക്കളും ഉദയനും അംഗം വെട്ടി മരിച്ചു വീണ സ്ഥലമാണ് കതിരൂരിലെ പൊന്നം ഏഴരക്കണ്ടം. കൊമ്പം 10-11 തീയതികളായി ആയിരുന്നു ഇവരുടെയും അവസാനത്തെ അംഗം. അംഗത്തിൽ കതിരൂർ ഗുരുക്കളെ വധിച്ച ഉദയനൻ ആയുധം മറന്നു തിരികെ എടുക്കാൻ ഏഴരക്കണ്ടത്തിൽ വന്നപ്പോൾ കതിരൂർ ഗുരുക്കളുടെ ശിഷ്യൻ ചുണ്ടങ്ങപ്പൊയിൽ മായൻകുട്ടി പൊന്നത്തെ അരിയാലിന് പിറകിൽ മറഞ്ഞു നിന്ന് നാടൻ തോക്കുവെച്ച് വെടിവെച്ചു എന്നും ഉദയനൻ വീരമൃത്യു പോകി എന്നും വടക്കൻ പെരുമ. ഈ വടക്കൻ പെരുമയുടെ പുനരാവിഷ്കരണമാണ് പൊന്നത്തങ്കത്തിലൂടെ തുടർച്ചയായി 10ാം വർഷമാണ് പൊന്നത്തങ്കം സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. വ്യവസായ കേന്ദ്രം കണ്ണൂരിൻ്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായി ജില്ലാ പോലീസ് സൊസൈറ്റി ഹാളിൽ 2ാമത് ഏകദിന ശില്പശാല നടത്തി. കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. കേരളം നിക്ഷേപ സൗഹൃദമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. പുരോഗതിക്കായി രാഷ്ട്രീയ കക്ഷികളും ഉദ്യോഗസ്ഥരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് മേയർ പറഞ്ഞു. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ KS അച്ചിമോൻ അധ്യക്ഷനായി. തദ്ദേശ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി TG അരുൺ മുഖ്യഭാഷണം നടത്തി. കേരളം നിക്ഷേപ പ്രോത്സാഹിപ്പിക്കലും സുഗമമാക്കലും നിയമം എന്ന വിഷയത്തിൽ കോഴിക്കോട് ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജറായ ഗിരീഷും KSFT സോഫ്റ്റ്വെയറിനെക്കുറിച്ച് പ്രൊജക്ട് എക്സിക്യൂട്ടീവ് സോന വിൽസനും ക്ലാസ് എടുത്തു. ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ ER നിറ്റിൻ, അസിസ്റ്റന്റ് ജില്ലാ വ്യവസായ ഓഫീസർ ശരത് ശശിധരൻ, കേരള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് C അബ്ദുൽ കരീം തുടങ്ങിയവർ സംസാരിച്ചു. തൊഴിൽ സമ്മർദ്ദവും തുടർന്നുള്ള മാനസിക പ്രശ്നങ്ങളും ആത്മഹത്യാ പ്രവണതയും വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ യുവജന കമ്മീഷൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ശാസ്ത്രീയ പഠന റിപ്പോർട്ട് ഹെൽത്ത് ഓഫ് യൂത്ത് അറ്റ് വർക്ക് സർക്കാരിന് സമർപ്പിച്ചു. സാംസ്കാരിക ഫിഷറീസ് യുവജനകാര്യ മന്ത്രി സജി ചെറിയാൻ്റെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് യുവജന കമ്മീഷൻ ചെയർമാൻ M ഷാജർ റിപ്പോർട്ട് കൈമാറി. IT, ഗിഗ്, എക്കണോമിക്, മീഡിയ, ഇൻഷുറൻസ്, ബാങ്കിംഗ്, റീറ്റെയിൽ, ഇൻഡസ്ട്രിയൽ എന്നീ തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യുന്ന 18-40 ഇടയിൽ പ്രായമുള്ള 1547 യുവജനങ്ങളാണ് സർവേയിൽ പങ്കെടുത്തത്. റിപ്പോർട്ടിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ മാർച്ച് 3-4 തീയതികളിൽ തിരുവനന്തപുരം കഴക്കൂട്ടത്ത് മോഡേൺ വേൾഡ് ഓഫ് വർക്ക് അറ്റ് യൂത്ത് മെൻ്റൽ ഹെൽത്ത് എന്ന വിഷയത്തിൽ ദേശീയ സെമിനാറും സംഘടിപ്പിക്കും. കമ്മീഷൻ സെക്രട്ടറി D ലീനാലിറ്റി, അംഗം VA വിനീഷ്, റിസർച്ച് ടീം ചെയർപേഴ്സൺ ഡോക്ടർ ലീമ അദാജ്, ടീം അംഗം ഡോക്ടർ അനിൽ ചന്ദ്രൻ, സംസ്ഥാന കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രണ്ടീഷ് എന്നിവർ പങ്കെടുത്തു. യുവജന കമ്മീഷൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന 2ാമത്തെ റിപ്പോർട്ടാണിത്. യുവജനങ്ങളുടെ ആത്മഹത്യ പ്രവണത സംബന്ധിച്ച റിപ്പോർട്ട് നേരത്തെ തയ്യാറാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. കപ്പൽ നിർമ്മാണം ആരംഭിക്കാനുള്ള പദ്ധതിയുമായി കപ്പൽ നിർമ്മാണ വ്യവസായത്തിൽ അഗ്രഗണ്യായ HD ഹുണ്ടായി ഹെവി ഇൻഡസ്ട്രീസ് നിർമ്മാണശാലയ്ക്ക് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുന്നതിനായി HIVയുടെ പ്രതിനിധികൾ ഫെബ്രുവരി മാസത്തിൽ ഇന്ത്യയിൽ സന്ദർശനം നടത്തി കഴിഞ്ഞതാണ് റിപ്പോർട്ടുകൾ. കപ്പൽ നിർമ്മാണത്തിൽ ആഗോള വിപണിയുടെ ഏകദേശം 10% ഓഹരി സ്വന്തമായുള്ള കമ്പനിയാണ് ദക്ഷിണ കൊറിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന HHI. തമിഴ്നാട്ടിലെ തൂത്തുക്കുടി, കടലൂർ എന്നീ സ്ഥലങ്ങളിലാണ് കമ്പനി പ്രതിനിധികൾ സന്ദർശനം നടത്തിയത്. പ്രതിരോധ മേഖല ഉൾപ്പെടെയുള്ള ആഭ്യന്തര ആവശ്യം നിറവേറ്റുന്നതായി ഇന്ത്യയിൽ നിർമ്മാണശാല ആരംഭിക്കാനാണ് HHI താൽപ്പര്യപ്പെടുന്നത്. അതേസമയം കപ്പൽ നിർമ്മാണശാല തങ്ങളുടെ പ്രദേശത്ത് ആരംഭിക്കണമെന്ന കാര്യത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര മത്സരം ഉടലെടുത്തിട്ടുണ്ടെന്നാണ് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന വിവരങ്ങൾ. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്ത സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.